ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കുറച്ച് വീഡിയോസ് റിയാക്ട് ചെയ്യാം. ഞാൻ റീലിൽ കണ്ട ഒരു വീഡിയോ ആണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ഈ ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ചായയൊക്കെ കുടിക്കുന്നില്ലേ? എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് എന്നിട്ട് പിന്നെ അവിടെ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കക്കൂസിലെ വെള്ളോടെ എടുത്ത് ചായ പാത്രം കഴുകുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് കേരളത്തോട്ട് സഞ്ചരിക്കുന്ന ട്രെയിനിലാണോ എന്തോ അറിഞ്ഞുകൂടാ. കൂടുതലും വൃത്തിഹീനമായിട്ടുള്ള ഒരു പ്രവണത കണ്ടിട്ടുള്ളത് കേരളം വിട്ട് അങ്ങോട്ട് പോകുന്ന ട്രെയിനുകളിലാണ്. എങ്കിലും പുള്ളി കാണിച്ച മനസ്സ്, ചായപാത്രം കഴുകാൻ കാണിച്ച മനസ്സ്, അതാണ് നമ്മളിവിടെ കാണേണ്ടത്. ആർക്കറിയാം ഏത് വെള്ളത്തിലാണ് ചായ ഇടുന്നതെന്ന്. നമുക്ക് റീൽ വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാടാ പുള്ളി പാടുന്നത്? നേരത്ത് ചിണുങ്ങുന്ന നേരത്ത് കണ്ണുകൊണ്ട് തന്നെ വിളിക്കുന്ന നേരത്ത് എങ്ങനെ ബാക്കി എങ്ങനെ? കണ്ണുകൊണ്ട് തന്നെ വിളിക്കുന്ന നേരത്ത് നേരത്ത് പുന്നണിയും നേരത്ത് അണിഞ്ഞൊരുങ്ങാതിരിക്കുന്ന നേരത്ത് കാലനി വാരുന്ന നേരത്ത് പുത്തരിക്ക് മേരത്ത് ഞാൻ പാടിയ വല്ല തെറിയും ആയിപ്പോ. കണ്ണുകൊണ്ട് തന്നെ വിളിക്കുന്ന നേരത്ത് നേരത്ത് പുന്നണിയും നേരത്ത് അണിഞ്ഞൊരുങ്ങാതിരിക്കുന്ന നേരത്ത് പുത്രിക്കും നേരത്ത് പുള്ളിയും നേരത്ത് ആണ് നേരം ഒരുങ്ങാതിരിക്കുന്ന നിരങ്ങുന്ന നേരത്ത്. അങ്ങനെയല്ലേ പാടിയത്? ശരിടാ. പണങ്ങുന്ന നേരത്ത് ചുണുങ്ങുന്ന നേരത്ത് കണ്ണുകൊണ്ട് തന്നെ വിളിക്കുന്ന നേരത്ത് പുത്രിക്കുന്ന നേരത്ത് പിണങ്ങുന്ന നേരത്ത് ആണുങ്ങൾ ഇരുന്ന് നിരങ്ങുന്ന നേരത്ത് വിളിക്കുന്ന നേരത്ത് പുള്ളി കൊള്ളാം കേട്ടോ, നന്നായിട്ട് പാടുന്നുണ്ട്. ആ പാടുമ്പോൾ ആ കരച്ചിലും കൂടി ഒഴിവാക്കി പാടിയാൽ കുറച്ചുകൂടി നന്നായിരിക്കുമായിരുന്നു. കരയാതെ പാടണം. പുളിങ്ങുന്ന നേരത്ത് പുളിങ്ങുന്ന നേരത്ത് പുളിങ്ങുന്ന നേരത്ത് പൂത്തിരിക്കുന്ന നേരത്ത് നിരങ്ങുന്ന നേരത്ത് പാട്ടിൽ ഒരു കരച്ചിൽ തോന്നുന്നുണ്ട്. അല്ലെ, സൂപ്പറായിരുന്നു. പുള്ളിയുടെ ഒരു പാട്ടുകൂടെ ഉണ്ട്. നിങ്ങൾ ജീവിതത്തിൽ എത്ര തളർന്നു പോയിട്ടുള്ളതാണെങ്കിൽ ചെറിയൊരു മോട്ടിവേഷൻ മതി, ജീവിതം മാറി. പുള്ളി കരഞ്ഞുകൊണ്ട് പറയണത്. ഗായ്സ്, നിങ്ങൾ ജീവിതത്തിൽ എത്ര തളർന്നിരിക്കുമ്പോഴായാലും ഒരു മോട്ടിവേഷൻ മതി. ഇങ്ങനെ കരയണമെന്നില്ലാണ്. ബ്രോ, യു ആർ ഓസം, ബട്ട് ഡോണ്ട് ക്രൈ. ഐ ടീച്ച് യു ഹൗ ടു സിംഗ് എ സോങ് ഇൻ Instagram reel. Just I wanted to see your performance. Carry on. Guys, നിങ്ങൾ ജീവിതത്തിൽ എത്ര തളർന്നു പോയിട്ടുള്ളതാണെങ്കിൽ ചെറിയൊരു മോട്ടിവേഷൻ മതി. അക്കാര്യത്തിൽ ഗായ്സ്, നിങ്ങൾ ജീവിതത്തിൽ എത്ര തളർന്നിരിക്കുന്നവരായാലും ഒരു ചെറിയ മോട്ടിവേഷൻ മതി നിങ്ങൾക്കൊന്ന് കുതിച്ചുയരാൻ. ഇങ്ങനെയാണ് ബ്രോ പറയുന്നത്. അങ്ങനെയല്ല ഗായ്സ്, നിങ്ങൾ എത്ര തളർന്നിരിക്കുന്നതായാലും ശരി, ഒരു ചെറിയ മോട്ടിവേഷൻ മതി നിങ്ങൾക്ക് കുതിച്ചുയരാൻ. എന്നിട്ട് കരക്കെടുക്കുക, പാടുക. പാട്ട് നോക്കി കേൾക്കാം. ജീവിതം മാറി മറിയാൻ, ജീവിതം മാറി മറി കണ്ട ദൈവമായി ഉന്മയ്ക്കും നന്മയ്ക്കും കൺകണ്ട ദൈവമായി കാകാശത്തൂരെന്ന ഇങ്ങനെയാണ് ബ്രോ യു പാടുന്നത്. അങ്ങനെയല്ല. ഉന്മയ്ക്കും നന്മയ്ക്കും കൺകണ്ട ദൈവമായി ആക്ഷൻ സോങ് ആണ്. ഉന്മയ്ക്കും നന്മയ്ക്കും കൺകണ്ട ദൈവമായി ആകാശത്തോടെന്നും പറക്കാം. ബ്രോ കരയരുത്, കരയാതെ പാടൂ. ദൈവമായി ആകാശത്തോടെങ്ങു പറക്കാം. ഭയങ്കര കരച്ചിലായിപ്പോയില്ല. കരയല്ലേ, കരയരുത്, കരയരുത്. ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ പാടണം. ഉന്മയ്ക്കും നന്മയ്ക്കും അത് വേണ്ട, അത് ഇത്തിരി കൂടിപ്പോയില്ലേ. ബ്രോ പാടുന്നത് ഞാൻ എങ്ങനെയാണ് കാണിച്ചത്? ഉന്മയ്ക്കും നന്മയ്ക്കും കൺകണ്ട ദൈവമായി ആകാശത്തോണെങ്ങും ആകാശത്തോടെ
അങ്ങനെ അല്ല, ഇത് നമുക്കും കൂടി കരച്ചിൽ വരും. ഗൈസ് നിങ്ങൾ ജീവിതത്തിൽ എത്ര തളർന്നു പോയിട്ടുള്ളതാണെങ്കിൽ ചെറിയൊരു മോട്ടിവേഷൻ മതി ജീവിതം മാറി മറിയാൻ. ബ്രോയുടെ ഈ മോട്ടിവേഷൻ കേട്ടാൽ നമ്മൾ ഡിപ്രഷൻ ആയിപ്പോവും. തളർന്നിരിക്കണം, നമ്മൾ ഡിപ്രഷനിലായിപ്പോവും. അടുത്തൊരു വീഡിയോ കാണാം. എന്തോന്ന് ഇത്, മുടി കെട്ടി പെണ്ണാണ് പെർഫോമൻസ് ബേസ്ഡ് പെണ്ണുങ്ങളെ ഇങ്ങനത്തെ അവരതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് കാണിക്കുള്ളൂ. അതുകൊണ്ടാണ് ചോദിച്ചത്, പെണ്ണാണ്. അവൻ്റെ ഒരു വീഡിയോ കണ്ടോക്കാം. പെണ്ണുങ്ങളെക്കാളും ഗതികേടാണല്ല. ഇറങ്ങിപ്പോടാ, ബാക്കിയുള്ള ആണുങ്ങൾ കൂടി നാണക്കേട് ഉണ്ടാക്കാതെ. നീ വല്ല ചേട്ടയും വെച്ച് കെട്ടി നടാ, ആണെന്ന് പറഞ്ഞ് നടന്നു പോയി. എന്തൊരു പയലുണ്ട്. അടുത്ത വീഡിയോ. ഇത് പെണ്ണുങ്ങളെ കണ്ടു പഠിച്ചതാണെന്ന് തോന്നുന്നത്. പെണ്ണുങ്ങൾ കൂടുതലും വേറെ ആവുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? തുണിയുടെ ക്വാണ്ടിറ്റി കുറയുമ്പോൾ, തുണിയുടെ അളവ് കുറയുമ്പോൾ, പിന്നെ ശരീരം കുറച്ചൊക്കെ എക്സ്പോസ്ഡ് ആകുമ്പോൾ, നോർമൽ ആയിട്ടുള്ളതിലും വികസിച്ചൊക്കെ വരുമ്പോൾ, പിന്നെ ആവശ്യത്തിൽ കൂടുതൽ ആട്ടമാടുമ്പോൾ അവർ വൈറലാകുന്നു. അതേപോലെ ന്യൂനം ചെയ്യുന്നത് പെണ്ണുങ്ങളെ വെച്ച് പോകണം. ഷർട്ടിനെ വെക്കി പിടിച്ചിങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ടാടുന്നു. അടുത്തൊരു വീഡിയോ കാണാം. മോയ സോങ് എന്ന്. निकुन्नेच जानum निकुन्नेच moje bol daga suse gana dam pradam se nikunnech പാട്ട് പാടുന്നു എന്ന് പറഞ്ഞിട്ട് തെറി വിളിക്കണ എന്തിനാണ്? janum nikunnech moje bol namam yastu kubes mirasanam sle nidosan ingleta nido kraisweta sudbinaya moya തെറി വിളിക്കാതെ പാട്ട് പാടൂ ബ്രോ. തെറി വിളിക്കണ്ട. അത് ആവശ്യത്തിലധികം ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ തെറി വിളിക്കുന്നുണ്ട്. leta avatushne madon sene sore srete gore moya more ഇതിനേക്കാളും കൊള്ളായിരുന്നു മറ്റേ പയ്യൻ കരഞ്ഞുകൊണ്ട് പാടിയത്. ബ്രോ പാട്. moya more എന്ത് പറ്റി? പുള്ളി വീട്ടിൽ നിന്ന് പിണങ്ങി വന്ന് പാടുന്നതാണെന്ന് തോന്നുന്നു. moya more nidosan ingleta nido kraisweta sudbinaya moya kleta moya more. അടുത്ത വീഡിയോ നോക്കാം. ടൈലർ സ്വിഫ്റ്റ് song you were മാമി. ma ഓക്കെ, പാട്ട് പാടാം. lover ladies and gentlemen will you please stand okay friends നീ പാടിയില്ലടാ, ഒന്നോട്ട് നോക്ക്. ഇവൻ തേച്ചടാ. യുവർ മാമ ലവർ എന്ന് പറഞ്ഞിട്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ വിൽ യു പ്ലീസ് സ്റ്റാൻഡ് അപ്പ് എന്നിട്ടോ കട്ട് ചെയ്തിട്ട് പോയി കണ്ട ഊക്കിയതാണ് കേട്ടാ. അടുത്ത ഒരു വീഡിയോ, പുള്ളിയുടെ പാട്ട്. തെമ്മാടിക്കാതെ ചുമ്മാ തെമ്മാടിക്കാതെയാ? തെമ്മാടിക്കാറ്റെന്നല്ലേ? കാണിക്കാതെ നീ മഴ പോലെ മഴ പേഞ്ചി മുടി കൊട്ടാതെ നീ മല പോലെ മൂഞ്ചിത്തെറ്റി മുടി കൊട്ടാതെ എന്നാ? കടമുള്ളി ചുംബിക്കാതെ കടവിൽ മുള്ളി ചുംബിക്കാതെ. എന്തൊരു തെറികളാണ് പോ. കണ്ണേ ഓക്കെ ഫ്രണ്ട്സ്. കണ്ണ് എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് പാട്ടിനെ കൊല്ലണ്ട. അടുത്തൊരു വീഡിയോ നോക്കാം. നമ്മളെ അണ്ണൻ കുറച്ച് സീനാണ് കേട്ടോ. ഗേൾസൊക്കെ ലുക്കുള്ള ചെക്കന്മാരെ പിന്നാലെ പോയ ഞങ്ങള് ലുക്കില്ലാത്ത ബോയ്സ് എന്താ ചെയ്യുക? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമുക്കും ചോദിക്കാൻ ആളുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്കും ഉണ്ട് ചോദിക്കാൻ ആള്. വേണ്ട, ഇപ്പൊ വാങ്ങിക്കും, എല്ലാം വാങ്ങിക്കും. നോക്കിയിരുന്നു, ഇപ്പൊ കിട്ടും. അണ്ണ യു കണ്ടിന്യൂ. ഞങ്ങളെന്താ ഇവിടെ ഊമ്പായിരിക്കുക? ഞങ്ങൾക്കുണ്ട് ഓരോ സ്വപ്നങ്ങളൊക്കെ. ഉണ്ടോ? അണ്ണ
എല്ലാവർക്കും ഷാറൂഖ് ഖാന്റെ പോലത്തെ ആൾക്കാർ മതി, നമ്മളൊന്നും ആർക്കും വേണ്ട. ഇത് എവിടുത്തെ ന്യായാണിത്? അത് പറയാതെ എവിടുത്തെ ന്യായമാണ് ഇപ്പം മനസ്സിലായ? നമുക്കും ചോദിക്കാനും പറയാൻ ആൾക്കാരുണ്ട്. നമ്മൾ വെറുതെ പുറമ്പോക്കൊന്നുമല്ല, നമുക്കും ചോദിക്കാൻ പറയാൻ ആളുണ്ട്. ഇപ്പം കണ്ടില്ലേ? ഇനിയും പെണ്ണുങ്ങൾ അങ്ങനെ കൂടുതൽ ഗ്ലാമർ ഉള്ളവൻ്റെ പുറകെ പോയാൽ അണ്ണനെ ഇറക്കി വിട്ട് അടുപ്പിക്കും. ഒരു വീഡിയോ കൂടി നോക്കാം. നമ്മൾ അണ്ണൻ്റെ വീഡിയോ ആണ്. അണ്ണൻ ആള് ടെററൊന്നുമല്ല, അസാധ്യ കലാകാരനാണ്. മഴയുടെ കളിയാട്ടം ഉച്ചക്കെട്ടി പാറോ ഉച്ചക്കെട്ടി പാറോ നീ ഇത് ആദ്യമൊക്കെ പോണവന്മാര് തുണി കൊടുക്കാത്ത പറഞ്ഞവരൊക്കെ അണ്ണനെ കണ്ടുപടി. ആ താളത്തിനൊത്തുള്ള സ്റ്റെപ്പ് കണ്ടുപഠിക്കണം. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡാൻസ് ആയിരുന്നു. തൽക്കാലം ഇന്നത്തേക്ക് മതി. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ. ചൂടടേ ചൂട്.